മെസ്സിയും അർജന്റീന ടീമും ചതിച്ചെന്ന് കായിക മന്ത്രി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മെസ്സിയെ എതിർപക്ഷത്താക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സോഷ്യൽ മീഡിയ. തിരൂർ LDF സ്ഥാനാർത്ഥിയുടെ പ്രസംഗത്തിലെ മെസ്സി പരാമർശത്തിനെതിരെ ഇടത് അണികളിൽ അമർഷം. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിൽ സംഭവിച്ച വീഴ്ച അബ്ദുറഹ്മാൻ വീണ്ടും ചർച്ചയാക്കുന്നത് വലിയ വീഴ്ചയെന്ന് LDF പ്രവർത്തകർ. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ പോയത് സംസ്ഥാന സർക്കാരിനെതിരെയും കായിക മന്ത്രിക്കെതിരെയും വലിയ ട്രോളുകൾക്ക് ഇടയാക്കിയിരുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷനെ മുഖ്യ സ്പോൺസറാക്കിയിട്ടായിരുന്നു സംസ്ഥാന കായിക മന്ത്രി മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ പ്രയത്നിച്ചത്. എന്നാൽ അത് നടക്കാതെ വന്നതോടെ സർക്കാരിന് വലിയ നാണക്കേടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തിയില്ലെന്ന് മാത്രമല്ല, കായിക മന്ത്രിയും മുഖ്യ സ്പോൺസറും പല അവകാശവാദങ്ങളും നടത്തുമ്പോൾ അത് അടഞ്ഞ അധ്യായമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരുവിധം ആ വിഷയം എല്ലാവരും മറന്നു തുടങ്ങിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടാം പിണറായി സർക്കാരിലെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ മെസ്സിക്കും അർജന്റീനയ്ക്കുമെതിരെ പ്രതിഷേധ പ്രസ്താവനയുമായി വീണ്ടും രംഗത്ത് വന്നത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തെ വഞ്ചിച്ചുവെന്നാണ് വി അബ്ദുറഹ്മാൻ പറഞ്ഞത്. പണം വാങ്ങിയിട്ടും മത്സരം കളിക്കാൻ വരാതെ ടീം സംസ്ഥാനത്തെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കായിക മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വന്ന് കളിക്കണമെന്ന് താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഒട്ടേറെ ചർച്ചകൾ നടത്തി. ടീമിന് നൽകേണ്ട 250 കോടി രൂപ കണ്ടെത്താൻ സ്പോൺസർമാരെ ഏർപ്പാടാക്കുന്നത് എളുപ്പമുള്ള പണിയായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പണം കൈപ്പറ്റിയ ശേഷം അർജന്റീന ടീം നമ്മെ ചതിച്ചു, വരാമെന്നേൽക്കുകയും പിന്നീട് വരാതിരിക്കുകയും ചെയ്യുന്നത് ഇത്തരമൊരു ടീമില്ലെന്ന് പ്രതീക്ഷിച്ചതല്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിനുണ്ടായ സമാനമായ അനുഭവം മറ്റ് 5 രാജ്യങ്ങൾക്കുമുണ്ടായി. അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ട സാഹചര്യമാണിത്. അവർ നമുക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഈ വഞ്ചന കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെയാകെ നിരാശപ്പെടുത്തിയിരിക്കുകയാണെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. മെസ്സിയും സംഘവും കഴിഞ്ഞ വർഷം നവംബറിൽ കേരളത്തിൽ കളിക്കുമെന്നായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞത്. പിന്നീട് ഈ വർഷം മാർച്ചിൽ അർജന്റീന ടീം കളിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. താനൂർ വിട്ട് തിരൂരിലെത്തിയത് തോൽവി ഭയന്നല്ലെന്നും അവിടെ വികസന മുരടിപ്പുണ്ടെന്ന് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പറയേണ്ട രാഷ്ട്രീയ വിഷയമല്ല മെസ്സിയും അർജന്റീന ടീമും എന്നത് വി അബ്ദുറഹ്മാൻ മനസ്സിലാക്കാതെ പോയെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. ഫിഫ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളുടെ വിൻഡോയെക്കുറിച്ചും അതിന്റെ സാങ്കേതികത്വത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന് വീമ്പ് പറഞ്ഞ സ്പോൺസർക്കൊപ്പം നിന്നതാണ് കായിക മന്ത്രിക്ക് പറ്റിയ പിഴവെന്ന് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതൊന്നും മാനിക്കാതെ വീണ്ടും കായിക മന്ത്രി മെസ്സിയെയും അർജന്റീനയെയും പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. ഫുട്ബോളിന് ഏറെ വേരോട്ടമുള്ള മലപ്പുറത്ത് മെസ്സിക്കും അർജന്റീന ടീമിനും വലിയ ആരാധക വൃന്ദമുണ്ട്. താനൂർ മണ്ഡലം വിട്ട് തിരൂരിലേക്ക് എത്തിയ വി അബ്ദുറഹ്മാൻ കായിക മേഖലയിലെ വികസനങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കാൻ ഇല്ലാതെ വന്നപ്പോൾ മെസ്സിക്കും അർജന്റീനയ്ക്കുമെതിരെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയതിനോട് ഫുട്ബോൾ പ്രേമികൾക്ക് അമർഷമുണ്ട്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ വഞ്ചിച്ചിട്ടില്ലെന്നും വഞ്ചിച്ചവർ ആരെന്ന് വോട്ടർമാർക്ക് അറിയാമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ കായിക മന്ത്രിക്കെതിരെ ഉയരുന്ന കമന്റുകൾ.